ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ക്രിസ്മസ് ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കാന്ന് പറഞ്ഞിട്ടാണ് ഗൈസ്. അപ്പോൾ അതിനുള്ള പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകണം. കുറച്ച് ഷോപ്പിംഗ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ ഹെവി ആയിട്ടുള്ള ഡെക്കറേഷൻ അങ്ങനെയൊന്നുമില്ല, ഇത് സഡൻ പ്ലാനാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പുൽക്കൂടിനുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, ലൈറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, കുറേ വരുന്നതായിരിക്കും. വീഡിയോസൊക്കെ ഫുള്ളായിട്ടിരുന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തരാം ഗൈസ്. നമ്മൾ പോകുമ്പോൾ ടൗൺ ഫുൾ ക്രിസ്മസ് വൈബിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കൂടെ കാണാനായിട്ട്. നമുക്ക് പുൽക്കൂടി ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ അത് മാത്രം മേടിച്ച് കഴിയുമ്പോൾ തന്നെ ടൈം ഒത്തിരി ആയിരുന്നു. ഹായ് നേരു, നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ക്രിസ്മസ് ആയിരുന്നു. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. നമ്മൾ വന്നതും നേരെ പുൽക്കൂടിന്റെ ജോലികൾ സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് നമ്മൾ എത്തുമ്പോൾ തന്നെ ലേറ്റ് ആയി പോയിട്ടോ. നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടാ പുൽക്കൂടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്റ്റിക്കുകൾ പോലും തിരഞ്ഞിറങ്ങിയത്. എന്നാൽ അതും നല്ല രസമൊക്കെ ആയിരുന്നു. പിന്നെ ഇത് ഇവിടെ പുൽക്കൂടി ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജോലികൾ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരുടെ കൂടെ നമ്മുടെ നേരൂട്ടനുണ്ട്. നമ്മുടെ നേരൂട്ടനാണെങ്കിൽ ക്രിസ്മസ് ആണെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലിരിക്കുകയാണ്. ഗൈസ്, ഇപ്പോൾ പുൽക്കൂടിന്റെ പണി തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് അവിടെ നിന്ന് ബോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, കുറച്ച് പേര് ഇതാ പുൽക്കൂട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തായി പുൽക്കൂടിന്റെ അവസ്ഥ. എന്തെങ്കിലുമൊക്കെ ആവും. എന്തായാലും എന്തായി എന്തെങ്കിലും ആവും. എന്നാലും അതിന്റെ ഒരു വൈബുള്ളൂ ഗൈസ്. ഇങ്ങനെ വൈകി ചെയ്യുമ്പോഴേ അതിന്റെ ഒരു വൈബുള്ളൂ. അതെ അതെ, മനസ്സിലായോ? ഇതിങ്ങനെയല്ല കാണിക്കണീലു എന്തുണ്ടാക്കുന്ന നീലു അല്ല മാളു ക്രിസ്മസ് ബോൾ. ക്രിസ്മസ് ബോൾസ്. അതെ. ചേച്ചി, ഇവിടെ എന്താ പരിപാടി? ചിക്കൻ ഗ്രില്ലിടാൻ പോവാണ്. ഇതിലെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരുമോ? ഇൻഗ്രീഡിയൻസോ? ഇതിലിപ്പോൾ ഞാൻ എന്തൊക്കെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, മല്ലിത്തഴ, മല്ലിയില, പിന്നെന്താ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, തൈര്. ഇപ്പൊ നാരങ്ങ ഒഴിയാനായിട്ട് പോവാണ് കേട്ടോ. നാരങ്ങ ഇതൊക്കെ ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യണം മിക്സിയിലിട്ടിട്ട്. എന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യണം നമുക്കത് ഇട്ടിട്ട്. പിന്നെ നമ്മുടെ കുക്കിംഗ് സെക്ഷനൊക്കെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നെ ഇന്നത്തെ മാസ്റ്റർ ഷെഫ് ഞാൻ തന്നെയായിരുന്നു ഗൈസ്. വൈബ് വിത്ത് കുക്കിംഗ് ഗൈസ്. കുക്കിംഗ് വിത്ത് വൈബ്. വിത്ത് വൈബ്. കാര്യമായിട്ടുള്ള പരിപാടിയാണല്ലോ. എന്താണ് അവിടെ പരിപാടി? നമ്മളിവിടെ നല്ലൊരു ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോ കുഴി എടുക്കുകയാണ് ഗൈസ്. നേരെ വെട്ടാശില്ലേ, ആഞ്ഞു വെട്ട്. ഇത് വെറും ഷോ ആണ് കേട്ടോ ഗൈസ്. ഇത് കിച്ചൺ വെട്ടിയിട്ട് ഷോ ആണ്. ഇത് നെക്സ്റ്റ് ഷോപ്പ്. ഗൈസ്, സത്യം പറഞ്ഞ ഗ്രില്ലുണ്ടാക്കാൻ കൂഴിയൊന്നും എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് നൈറ്റ് കല്ലുകളൊന്നും കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടത്. പിന്നെ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഫുൾ ഫണ്ണായിരുന്നു. എവിടെയായി പുൽക്കൂടിന്റെ ജോലി? കംപ്ലീറ്റഡ് ആയോ? എന്തൊക്കെയോ ആയിട്ടുണ്ടല്ലേ ചക്കു? എന്തായി പുൽക്കൂട്? റെഡിയായാ? ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഈ പുൽക്കൂടിനുള്ള എങ്ങനെ ബോൾ വന്ന്? അങ്ങനെ കഴിച്ചു നമ്മുടെ പുൽക്കൂട് നമ്മൾ ഫസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതെ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. സോറി നമ്മൾ കുറെ സാധനങ്ങളുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നമ്മൾ സ്റ്റാർ വെച്ചു ഗൈസ്. കുറെ കഷ്ടപ്പാടാണ് എല്ലാം. നമ്മൾ എന്താ പറയാ, ഭയങ്കര കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഒടുവിൽ. പക്ഷെ മാളിതിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, നമ്മളെ കഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇതില് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാധനം മുഴുവൻ എന്റെ സംഭാവനയാണ്. ഇത് വന്ന് നമ്മുടെയാണ്. ആകെ ഈ ഒരു ബോളൊക്കെ വിട്ടിട്ടുള്ളൂ ഗൈസ്. അത് ഉണ്ടാക്കാൻ എത്ര കഷ്ടമാണെന്ന് നിങ്ങൾ അറിയണം. അത് ഒറിജിനൽ ബോൾസ് അല്ല, അത് നിങ്ങൾ അറിയണം. ഒറിജിനൽ ബോൾസ് അല്ല, നമ്മളതിങ്ങനെ ചുരുട്ടി. അത് കേട്ടോ, അതാരാ കുഴി കുഴിച്ച? ഇതെന്താ ക്യാമ്പ് ഫയർ ആണോ?
എന്താ ക്യാമ്പ് ഫയറിൽ തീ കെടുമ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതൊക്കെയാണ് എന്നെ കൊണ്ട് നമ്മൾ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ നല്ല അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അനിയത്തി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പുൽക്കൂടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞത് നമ്മൾ അനിയത്തി വീഡിയോ കോൾ ചെയ്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കായിരുന്നു. വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ആളുടെ മനസ്സ് ഫുൾ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അവിടെയും ക്രിസ്മസ് സെലിബ്രേഷന് ഒട്ടും കുറവൊന്നുണ്ടായിരുന്നില്ല. നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന ടൈമിൽ അവരും അവിടെ അടിച്ചു പൊളിക്കായിരുന്നു. അവൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ പുൽക്കൂടൊക്കെ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്രില്ലിനുള്ള കഷ്ടപ്പാടാണ് ഗൈസ്. ഗ്രില്ലിടാനുള്ള കഷ്ടപ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഈ തണുപ്പും ഒരു ക്യാമ്പ് ഫയറിന്റെ ഒരു ഫീല്. അതെ, പുൽക്കൂടിന്റെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഗ്രില്ലുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള കനലും മറ്റൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്ത് ചെയ്യുന്നത് ഇവിടെ? എന്തിനാണത്? എന്താ മാളു ചെയ്യണേ? അറിയാത്ത പണി. ഇട്ടോ ഗ്രില്ലുണ്ടാക്കി, ലെഗ് ഗ്രില്ല്. നമ്മളെല്ലാവരും ഒന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനുള്ള ഔട്ട്ഫിറ്റിലായിരുന്നു കേട്ടോ. നമ്മൾ എന്തായാലും ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ പോലും ഒരു ക്യാമ്പ് ഫയറിന്റെ വൈബിലായിരുന്നു നമ്മളെല്ലാവരും ഒന്ന്. ശരിക്കും നല്ലൊരു അടിപൊളി ഫീൽ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഗ്രില്ല് റെഡി ആയിട്ട് കേട്ടോ, കാണുന്നുണ്ടോ? ഗ്രില്ല് സെറ്റ്. നമ്മൾ എന്തായാലും ഗ്രില്ല് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിലും നമ്മുടെ രീതിക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാണെങ്കിലും ഫൈനലി നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടിയാൽ മതിയല്ലോ. ഇത് നമ്മളിരിക്കുന്ന അവിടെ ലൈറ്റിന്റെ കുറവുണ്ടായിരുന്നോണ്ട് നമ്മൾ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡി ആവാൻ മിനിമം ഒരു 1.5 അവറെങ്കിലും എടുക്കും കേട്ടോ. നമ്മളെല്ലാവരും പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി പരിപാടി നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഗ്രില്ലാവുന്ന ടൈം ആകുമ്പോഴേക്ക് ഏതാണ്ട് കറക്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ എല്ലാവരും ചേർന്ന് പുറത്തിരുന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അതും വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു. മ്യൂസിക്കും ഫുഡും ക്യാമ്പ് ഫയറും ശരിക്കും ഒരു പിക്നിക് വൈബ്. നമ്മൾ ശരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാവരും ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സാന്റാക്ലോസ് അവിടെ. സാന്റാക്ലോസിലെത്താ വരാതി. ഓക്കെ, ഇത് മതി. അതാണ് സാന്റാക്ലോസ്. സാന്റാക്ലോസ് ബേബിയാണിത്. ശരിക്കും ബേബിനെ കൊടുക്കല്ലേ. ചക്കു, ഇതേതാന്ന് മനസ്സിലായാ ഈ ഡ്രസ്? ഇങ്ങനെ ആയിരുന്നു 2 വർഷം മുൻപ് നമ്മുടെ നേരു. അങ്ങനെയുള്ള നേരിന്റെ 6 മാസം ആകുമ്പോഴുള്ള ഫോട്ടോഷൂട്ട് നടത്തില്ല നമ്മൾ ക്രിസ്മസിന്റെ. ആ വീഡിയോ ആണത്, അല്ല ആ ഡ്രസ്സാണത്. ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ. നേരൂട്ടിന്റെ ഡ്രസ്സാണത്. നേരുവിന്റെ ചെറുപ്പത്തിലുള്ള ഇത്ര ഉണ്ടായിരുന്നുള്ളു നേരു. അതാണ് നേരു. നോക്കണ ഇവിടെ ഇപ്പൊ നോക്കി നേരുവിനെ എടുക്കാം. നേരുവിന്റെ ഇങ്ങനെ കാണിച്ച് നോക്കി. പിടിക്കാൻ വേണ്ടി ഈ കുട്ടി ഞാൻ എടുത്തിട്ടു പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും മേരി ക്രിസ്മസ്. ആയിട്ടില്ലല്ലോ അല്ലേ? അഡ്വാൻസ് ആയി. അച്ചു ഗ്രില്ലിപ്പോ വല്ലതും ആവും. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ ഗ്രില്ല് റെഡി ആയിരിക്കാണ് ഗൈസ്. നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട് കുഞ്ഞു? എങ്ങനെയുണ്ട്? നമ്മ കടയിന്ന് വാങ്ങിക്കുന്ന പോലെ ഇല്ല. എങ്ങനെയുണ്ട് തരൂ? നമ്മൾ ഉണ്ടാക്കിയതാണ്. അല്ലല്ല, ശരിക്കും സൂപ്പർ. അങ്ങനെ ഫൈനലി നമ്മുടെ കേക്ക് കട്ടിങ് അത് നമ്മൾ കറക്റ്റ് 12 മണിക്ക് തന്നെയായിരുന്നു കേട്ടോ കട്ട് ചെയ്തത്. ആക്ച്വലി നമ്മുടെ ഒരു പ്ലം കേക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പപ്പ വരുമ്പോൾ ഈ ഒരു പ്ലം കേക്ക് കൂടെ കൊണ്ടുവന്നു കേട്ടോ. എന്നാൽ പിന്നെ ഇത് തന്നെ കട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു. നമ്മുടെ നേരിട്ടാണെങ്കിൽ ഈ ഒരു കേക്ക് കട്ടിങ്ങിനായിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആളങ്ങനെ കഴിക്കൊന്നുമില്ല, എന്നാലും ചുമ്മാ കട്ട് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ്. നമ്മൾ എന്തായാലും ചെറിയ രീതിക്കാണെങ്കിലും ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നല്ലോണം അടിച്ചു പൊളിച്ചു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരൊക്കെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചു ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.